എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് യൂത്തിനെ ഇങ്ങനെ ഒന്നിച്ച് കൊണ്ടുവന്ന ചെറുപ്പക്കാരായിട്ടുള്ള ഈ ഒരു ജനറേഷനിലുള്ള കുട്ടികളെ ഇങ്ങനെ കിട്ടുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വളരെ ചുരുങ്ങിയ ഒരു ചുരുക്കത്തിൽ കാണുന്ന ഒരു ഒരു കാഴ്ചയാണ്. അപ്പോൾ ഇത്രയും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ഒത്തൊരുമിച്ച് വളർത്തിയെടുക്കുന്ന ഈ ഒരു വിഷനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. ഇന്ന് ദൈവവചനത്തിന്റെ മുമ്പാകെ നമുക്ക് ആയിരിക്കാം. പ്രാർത്ഥനയോടെ ഒരു നിമിഷത്തെ ഒരു പ്രാർത്ഥനയോടെ നമുക്ക് അടുത്തു വരാം. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു ആലോചന മനസ്സിലാവാനും അത് നമ്മൾ കേട്ടിട്ട് പോകാനല്ല, നമ്മൾ ഒരുപാട് പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട്, അപ്ലൈ ചെയ്യുന്നവരായി മാറുന്നത് പ്രകാരം അത് ജീവിതത്തിൽ പ്രാധാന്യത്തിൽ വരുത്തണമോ അതിന് വേണ്ടുന്നതായിട്ടുള്ള പരിജ്ഞാനോ പ്രാർത്ഥിക്കാം. നല്ല ദിവസം നല്ല പിതാവെ, ഈ സമയത്തിനായി സ്വാഗതം ചെയ്യുന്നപ്പോ കഥാവെ ഞങ്ങള് ഞങ്ങളുടെ പാതപീഠത്തിൽ വരുന്ന തന്നെ ഞങ്ങളോട് സംസാരിക്കണം. വചനത്തിൽ നിന്ന് കഥാവെ ഞങ്ങളോട് പറയാനുള്ള ആലോചനയെ അറിയിച്ചായിരുന്നു. പരിശുദ്ധാത്മാവ് തന്നെ കഥാവെ ഈ ഒരു സെഷനെ ഏറ്റെടുക്കണം. നിന്റെ കൃപയിൽ താഴ്ത്തുക. ഞങ്ങളെ ഒരു കിട്ടിയ പോലെ ഒരു പരിശുദ്ധാത്മാവെ ഈ ദൂത് കഥാവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് വിശ്വസിക്കണം. ഞാൻ ശരിക്കും ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ദിവസങ്ങളിൽ എന്നെ ഈ ദിവസങ്ങളിൽ വല്ലാതെ ചിന്തിപ്പിക്കുന്ന ചില മേഖലകളും അതിനകത്ത് നമ്മൾ എന്തുമാത്രം സൂക്ഷിക്കണം എന്നുള്ള ഒരു മേഖലയെ പറ്റി സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം ഈ ഒരു കാലഘട്ടം, പ്രത്യേകിച്ച് യൗവനക്കാരായ നമുക്ക് സമയത്തെ നമ്മുടെ ഇതായിട്ടുള്ള ആ ഒരു ചിന്തകളെ, നമ്മളുടെ ജീവിത ശൈലികളെ, നമ്മളുടെ ഓരോ കാര്യങ്ങളെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മേജർ കാര്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റിലൂടെ ഉള്ള എല്ലാ മേഖലകളും ഇന്ന് നമ്മളെ ഒരു പരിധിക്കപ്പുറം ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകതയായിട്ട് നമുക്കറിയാം, അടുത്ത ഒരു 2030 അജണ്ട എന്നൊക്കെയുള്ള രീതിയിൽ ഈ ലോക നേതാക്കൾ മുമ്പോട്ട് വെക്കുന്ന കാര്യങ്ങളെ നമ്മളൊന്ന് സൂക്ഷ്മ നിരീക്ഷത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചാൽ പലതും ദൈവവചനപ്രകാരമുള്ള പല നിവൃത്തിയിലേക്കും കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്ന ഒരു കാലത്തിന്റെ ഒരു സമയം തന്നെയെന്ന് പറയാം. നമുക്കറിയാം പ്രത്യേകിച്ച് AI ടെക്നോളജിയുടെ ഒക്കെ ഒരു അഡ്വാൻസ്മെന്റ് കൊണ്ട് തന്നെ ഒരു ദൈവവചനത്തിൽ നമുക്കറിയാം ഇതൊരു ചിപ്പിന്റെ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഒരു ചിപ്പ് നമ്മുടെ ദേഹത്ത് അത് ചെയ്യുന്ന അതില്ലാതെ നമുക്ക് വാങ്ങിക്കാനോ അല്ലെങ്കിൽ വിൽക്കാനോ കഴിയാത്തൊരു സമയം വരുന്നത് 666 ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ മുമ്പോട്ടുള്ള ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം. അപ്പം നമുക്കറിയാം ഇന്നത്തെ കാലത്ത് തന്നെ ഇവരുടെ ഒരു അജണ്ടയായിട്ട് ഇവര് അത് ഏറ്റവും നല്ല രീതിയിലാണ് അവതരിപ്പിക്കുന്നതെങ്കിലും അവരുടെ ആ ഒരു ഗോള് തന്നെ ഈ മനുഷ്യനെ റോബോട്ടും കൊണ്ട് അല്ലെങ്കിൽ AI ആ ഒരു തലത്തിൽ ഒരു മാർജിങ് നടത്താൻ ഒരു ലയനത്തിലേക്ക് കൊണ്ടുവരത്തക്കോണമാണ് ഇവര് കാര്യങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോയിട്ടേക്കുന്നത്. നമുക്കറിയാം പലരുടെയും ജോലികൾ പോകും, അത് ആ ഒരു തരത്തിൽ മനുഷ്യനെ റീപ്ലേസ് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. അതിനോടൊപ്പം മനുഷ്യനെയും ആ ഒരു ടെക്നോളജിയെയും കൂടെ ഒന്നിപ്പിച്ചാക്കി ആ മനുഷ്യന്റേതായിട്ടുള്ള ആ ഒരു ആയുസിനെയും ബുദ്ധിനെയും ഒക്കെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഉന്നത തലത്തിലേക്ക് കൊണ്ടുപോകത്തക്കോണം ഒരു പ്ലാൻ ചെയ്യുവാണ് ഉള്ളത്. നമുക്ക് വ്യക്തമായിട്ട് ഈ കാലങ്ങളിലെ അവരുടെ നീക്കങ്ങൾ നമുക്ക് വ്യക്തതയോടെ അറിയാൻ പറ്റും. കാര്യം ഇതിനെ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ചിന്തിച്ചാൽ ദാനിയേൽ പ്രവചനത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 43 പറയുന്ന ഒരു കാര്യമുണ്ട്. ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതിന്റെ താല്പര്യം അവിടെ നെബൂഖദ്നേസർ കണ്ട സ്വപ്നത്തിന്റെ ആ ഒരു ഭാഗത്തിൽ അവസാനത്തെ രാജ്യത്തിന്റെ കാര്യം പറയുന്നത് ഇരുമ്പും കളിമണ്ണും കൂടെ ഇടചേർന്ന ഒരു കാര്യമാണ്. അവിടെ അവർ മനുഷ്യ ബീജത്താൽ തമ്മിൽ ഇടര കലരുമെങ്കിലും ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്ന പോലെ അവർ തമ്മിൽ ചേരുകയില്ല. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. അതായത് നമുക്കറിയാം ഈ ഒരു മാർജിക ഇരുമ്പും കളിമണ്ണും എന്ന് പറയുമ്പോൾ നമുക്കറിയാം മനുഷ്യനും ആ ഒരു ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഒരു അഡ്വാൻസ്മെന്റിൽ നടക്കുന്ന ഒരു മാർജിങ്
വരാൻ സാധ്യതയുള്ള ഒരു എപ്പോഴും പിശാചിന്റെ ഒരു തന്ത്രം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ പൊല്യൂട്ട് ചെയ്യുക, കണ്ടാമിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ ഒരു മാർജിങ് നടത്തുക എന്ന് പറഞ്ഞു. നോഹയുടെ കാലത്തും അത് തന്നെയാണ് സംഭവിച്ചത്. നോഹയുടെ കാലത്തും മനുഷ്യന്റെ പുത്രന്മാരും ദൈവത്തിന്റെ പുത്രന്മാരും തമ്മിൽ ഇടകലർത്തുമായിരുന്നു. അപ്പൊ അതേ പാറ്റേൺ ആണ് ഈ ഒരു റിപ്പീറ്റഡ് ആവുമ്പോൾ. അപ്പൊ നമുക്കറിയാം അന്ന് അത്രയ്ക്കും ആ ലോകത്തിലെ മ്ലേച്ഛതകൾ വർദ്ധിച്ചു വന്നപ്പോൾ ദൈവം നോഹേനെ രക്ഷിക്കാൻ വേണ്ടി അവിടെ ആ ഒരു പെട്ടകത്തിലൂടെ ആ ഒരു പദ്ധതി അവര് പെട്ടകത്തിനകത്ത് കയറുന്നവരെല്ലാം രക്ഷപ്പെടും എന്നുള്ള ആ ഒരു നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചതുപോലെ ഇന്ന് നമ്മൾ അറിയേണ്ട ഒരു പെട്ടകം വരുമല്ല, പകരം ദൈവത്തിന്റെ ആ ഒരു വരവിന് വേണ്ടി, കർത്താവിന്റെ വരവിന് വേണ്ടി നോക്കി നിൽക്കുന്നവരെ തന്റെ മണവാട്ടിയെ ഈ ലോകത്ത് നിന്ന് എടുത്തോണ്ട് പോകുക എന്നുള്ളതാണ് ഇനിയും വരാൻ പോകുന്ന ഏറ്റവും വലിയ, എത്രയും പെട്ടെന്ന് നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം. കാരണം കർത്താവിന്റെ വരവ്, ആ ഒരു റാപ്ചർ എന്ന് പറയുന്ന ആ ഒരു രഹസ്യ വരവ് എത്രയും വേഗം, അതായത് ഇനിയും കാലതാമസം നമുക്ക് അതുപോലെ അടുത്ത സ്റ്റെപ്പിന് വേണ്ടി ലോകം റെഡിയാവും. അതിനു മുമ്പ് തന്നെ കർത്താവിന്റെ ആ ഒരു മണവാട്ടിയെ അതിന് മുമ്പ് തന്നെ എടുത്തുകൊണ്ട് പോകുന്ന ആ ഒരു സമയം അടുത്തു വരുവാണ്. അല്ലെങ്കിൽ അതിന്റെ ആ ഒരു അതിന്റെ ലക്ഷണങ്ങൾ, അല്ലെ അതിനു വേണ്ടിയുള്ള ഒരു ടൈമിലേക്ക് നമ്മൾ ഒരുപാട് അടുക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് ശരിക്കും നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതായിട്ടുള്ള പല ചുവടുവെപ്പുകളും നമ്മൾ ഈ സമയത്ത് ശ്രദ്ധയോടെ എടുത്തില്ലെങ്കിൽ, ദൈവവചനം പറയുന്നത് പോലെ ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ പ്രയോജനപ്പെടുന്നത്. സമയം തക്കത്തിൽ, സമയമാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രധാനം നിറഞ്ഞ കാര്യം. പിന്നെ നമുക്കറിയാം ഈ സമയം എന്തിനു വേണ്ടിയാന്ന് ചോദിച്ചാൽ, ഈ ദിവസങ്ങളിൽ എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു രണ്ട് ഭാഗങ്ങളുണ്ട്. നമുക്കറിയാം ഒരു ഭാഗത്ത് കർത്താവിന്റെ അടുക്കൽ വന്ന് പറയുന്നവരുണ്ട്, കർത്താവെ ഞങ്ങൾ നിന്റെ പേരിൽ അത് ചെയ്തു, ഇത് ചെയ്തു, ഭൂതഗ്രസ്തരെ പുറത്താക്കി, അല്ലെങ്കിൽ ഹീലിംഗ് മിനിസ്റ്റർ ചെയ്തു, അങ്ങനെ അത്ഭുതങ്ങളുടെ നിരയാണ് പറയുന്നത്. അവിടെ കർത്താവ് പറയാണ്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. ഒരു നാളും അറിഞ്ഞിട്ടില്ലെന്ന് പറയുമ്പം ഇംഗ്ലീഷിൽ പറയുന്നത് ഐ നെവർ ന്യൂ. അതായത് പണ്ട് പറയാൻ പോലും ഒരു ഹിസ്റ്ററി പോലും ഇല്ലാത്തത് പോലത്തെ ഒരു കാര്യമാണ് പറയുന്നത്. ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടേ ഇല്ല, നിങ്ങൾ എങ്ങനെയാ ചെയ്തതെന്നോ ഇതിലാണോ നടത്തിയെന്ന് പോലും എനിക്ക് നിങ്ങളെ അറിയത്തില്ല. ഇതേപോലെ ഒരു ഭാഗമാണ് മത്തായിൽ നമുക്ക് ഈ ഒരു കന്യകമാരുടെ കാര്യത്തിൽ കാണാം. ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരുടെ ആ ഒരു സമയത്തും ഈ ബുദ്ധി ഇല്ലാത്തവര് തിരികെ പോയിട്ട് കർത്താവിന്റെ അടുക്കൽ വിൽക്കുന്നവരുടെ അടുത്തൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ, മണവാളൻ കഥ അടച്ച് കഴിയുമ്പോൾ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്തും ഇതേ ഒരു കാര്യമാണ് പറയുന്നത്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അപ്പം ആ എണ്ണ കരുതിയതും ആ ഒരു അറിയുന്നില്ല എന്ന് പറയുന്നതുമായിട്ടുള്ള കണക്ഷൻ, ഈ അറിയുന്നില്ല എന്നുള്ളൊരു കാര്യം ഈ ദിവസങ്ങളിൽ എന്നെ വല്ലാതെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാനത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് കർത്താവിനെ അറിയുക എന്നുള്ളത്, കർത്താവ് നമ്മളെ അറിയുക എന്നുള്ളത് നമ്മുടെ ഈ പ്രവൃത്തിയോ നമ്മൾ ഈ വെളി കാണിക്കുന്ന ഒരു സംഭവം അതിന്റെ മാനദണ്ഡമല്ല. കർത്താവ് നമ്മളെ അറിയുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു കൂട്ടിയാലും ഒരു ഗുണവുമില്ലെന്നുള്ളതും, നമ്മൾ ഈ സമയം തക്കത്തിൽ പ്രയോജനപ്പെടുത്തി ദൈവത്തെ കണ്ടെത്താവുന്ന കാലത്ത് അവനെ അന്വേഷിച്ച് അവനെ കണ്ടെത്തിയില്ലെങ്കിൽ, അവനെ അറിഞ്ഞില്ലെങ്കിൽ, നമ്മളെ പോലെ ദോഷന്മാരായിട്ടുള്ളവർ വേറെ ഇല്ല. അതിനകത്തെ ഉള്ള ഒരു അപകടം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഈ ഒരു എണ്ണ എന്ന് പറയുമ്പോൾ ആ ഒരു എണ്ണ എക്സ്ട്രാ ഓയിൽ കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഒരു എളുപ്പമുള്ള ഒരു പ്രോസസ്സാണ്. കാര്യം ആ ഒരു ഒലിവെണ്ണ ആ ഒരു എണ്ണയുടെ രൂപത്തിലാക്കി എടുക്കുക എന്ന് പറയുന്നത് നല്ല എഫേർട്ട്, ഒരു പ്രൈസ് പേയ്ഡ്, ഒരു വില കൊടുക്കേണ്ട ഒരു പ്രവൃത്തിയാണ്. ഈ വില കൊടുക്കേണ്ട ആ ഒരു പ്രവൃത്തിയിൽ ഒന്ന് കമ്പയർ ചെയ്താൽ നമുക്കറിയാം, ഈ ഒലിവ് മരം എന്ന് പറയുന്നത് നമ്മൾ നല്ല ഒലിവ് മരമായ കർത്താവിനോട് നമ്മളെ ചേർത്ത് നിർത്തുക. ഈ നമ്മൾ ഈ എണ്ണ ആ ഒരു എഫേർട്ട് എടുത്ത് വില കൊടുത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതും നമ്മുടെ സോഴ്സും ക്രിസ്തുവിനെ തന്നെയാണ്. ക്രിസ്തുവിനെ നമ്മളിലേക്ക് നിറയ്ക്കുന്ന നമ്മുടെ ഒരു പേഴ്സണൽ റിസർവോയർ, നമ്മളുടെ ഒരു തുരുത്തി കർത്താവിനെ കൊണ്ട് നിറയ്ക്കുക എന്നുള്ളതിന് സമമാണ്. അപ്പൊ നമുക്ക് എന്തുമാത്രം കർത്താവിനെ അറിയാം, ആ അറിയുവാൻ ശ്രമിക്കുമ്പോൾ നടക്കുന്ന ആ പ്രക്രിയയിലാണ് നമ്മളെ കർത്താവ് അറിയുന്നത്. കാരണം ആ ഒരു അടുപ്പത്തിൽ നിന്നുണ്ടാവുന്ന ആ ഒരു അറിവ്, കർത്താവിന്റെ ആ ഒരു ക്രിസ്തുവേശനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ എല്ലാ ചപ്പും ചവറും എന്ന് പറയുമ്പോൾ, ഈ പരിജ്ഞാനം എന്ന് പറയുന്നത് ഒരു അടുത്തുള്ള ബന്ധത്തിൽ നിന്നുളവാകുന്ന ഒരു
അറിവാണ്. അതായത് ഒരു ഭാര്യയും ഭർത്താവും അവരുമായിട്ടുള്ള ഒരു അടുത്ത ഒരു അറിവിൽ നിന്നുണ്ടാകുന്ന, വേറെ ആർക്കും അറിയാത്ത ഒരു അറിവ് അവരിൽ ഉണ്ടാവുന്നത് പോലെ, അവർക്ക് ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ വേറെ ആരെക്കാളും അറിയാമെന്ന് പറയുന്നത് പോലത്തെ ഒരു ഇന്റിമേറ്റ് ആയിട്ടുള്ള ലെവലിലുള്ള ഒരു ബന്ധത്തിൽ നിന്നുളവാകുന്ന ഒരു അറിവ് നമ്മൾക്കില്ല എങ്കിൽ, കർത്താവിന് ആ ഒരു ഇന്റിമസിയിൽ നിന്ന് നമ്മളെ അറിയത്തില്ലെങ്കിൽ, അത് വലിയൊരു അബദ്ധം പറ്റിക്കൊണ്ടിരിക്കും. നമ്മൾ ചിന്തിക്കുക, ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യമുണ്ട്. ലൂക്കോസ് 14:25 മുതൽ ഇങ്ങനെ പറയുന്നുണ്ട്: എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയും സഹോദരന്മാരെയും ഒക്കെ സ്വന്തം ജീവനെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവൻ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. തന്റെ ക്രൂശ് എടുത്ത് കൊണ്ട് എന്റെ പിന്നാലെ വരുന്നവൻ പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. അതായത് നമ്മളൊന്ന് ചിന്തിച്ചാൽ അവിടെ കർത്താവ് എന്റെ ശിഷ്യനാകുവാനുള്ളതിന്റെ മാനദണ്ഡം പറയുകയാണ്. നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരെ പകയ്ക്കുക എന്നുള്ളൊരു വാക്ക് തന്നെ പറയുന്നത്. എന്നിട്ട് പറയാണ് തന്റെ ക്രൂശ് എടുത്ത് പുറകെ വരും. നമുക്കറിയാം, ഇത് ഒരു ചില്ലറ കാര്യമല്ല നമ്മളോട് ചോദിക്കണം, ഒരു വില കൊടുക്കേണ്ട ഒരു കാര്യം. അതായത് കർത്താവിനേക്കാൾ വില ഉള്ളതായിട്ട് നമ്മുടെ ഭാര്യയോ ഭർത്താവോ അപ്പനോ അമ്മയോ മക്കളോ ഒന്നും ഉണ്ടാവരുത്. നിന്റെ സ്വന്തം ജീവൻ പോലും ഉണ്ടാവരുത്. കർത്താവ് തന്നെ, അതായത് കർത്താവിന്റെ മണവാട്ടി എന്ന് പറയുമ്പോൾ ആ ടോട്ടൽ അൺഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള മുഴുവൻ ശ്രദ്ധയും മുഴുവൻ നമ്മുടെ ചിന്തയും മൊത്തം ആ മണവാളനിലേക്ക് കൊടുക്കുന്ന ഒരു അവസ്ഥയുള്ള ഒരു മനസ്സിന്റെ ഉടമയാണ് മണവാട്ടി എന്ന് പറയുന്നത്. ഈ മണവാട്ടിയെയാണ് സ്വീകരിക്കാൻ കർത്താവ് വരുന്നത്. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും നമ്മളുടെ ഹൃദയത്തിലെ സ്ഥാനം നമ്മൾക്ക് വേറെ ആർക്കെങ്കിലും പോവുകയാണെങ്കിൽ, അത് കർത്താവ് കാണുന്നത് അതൊരു വിഗ്രഹാരാധനയായിട്ടും വിചാരമായിട്ടുമാണ്. കർത്താവിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുകയും കർത്താവിനേക്കാൾ കൂടുതൽ നമ്മൾ എന്തിനെ ഭയപ്പെടുകയും ചെയ്യുന്നത് അത് ദൈവത്തെ വിട്ടുപോകുന്നതിന് തുല്യമാണ്. എന്നിട്ട് കർത്താവ് പറയാണ്, ഈ ക്രൂശ് എടുത്ത് പിന്നാലെ വരിക എന്നുള്ളവർ. അപ്പം അവിടെ അടുത്ത വാക്യം പറയുന്നത്, നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിയാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് അത് തീർക്കാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കുക. അതായത് നമ്മൾക്കൊരു പ്ലാൻ, നമ്മൾക്കൊരു ബിൽഡിംഗ് പണിയണമെങ്കിൽ അതിനു മുമ്പ് നമ്മൾ ഒരു എസ്റ്റിമേറ്റ് എടുക്കും. നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുമോ, നമ്മളെ കൊണ്ട് ഇത് തീർക്കാൻ പറ്റുമോ എന്നൊരു എസ്റ്റിമേറ്റ് എടുക്കുന്ന പോലെ കർത്താവ് കട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് പറയുക, എന്റെ ശിഷ്യനാകണമെങ്കിൽ ഇതൊക്കെയാണ് അതിന്റെ മാനദണ്ഡം. ഇത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വന്നാൽ മതി. അതുകൊണ്ട് നിങ്ങൾ ഇരുന്ന് ചിന്തിക്കുക, ഇത് നിങ്ങളെ കൊണ്ട് പറ്റുമോ, ഇത് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ, മനസ്സുണ്ടോ, അത് കണക്ക് നോക്കിയിട്ട് വരാൻ ആ ഒരു രീതിയിൽ അത്രയ്ക്കും ഒരു ചിന്തയോടെ, അത്രയ്ക്കും വില കൊടുക്കാൻ മനസ്സോടെ വന്ന് അത് ചെയ്യുന്നവനെയാണ് ഒരു യഥാർത്ഥ ഒരു ശിഷ്യനാക്കി താൻ എടുക്കുന്നത്, യഥാർത്ഥ ഒരു മണവാട്ടിയുടെ ഗണത്തിൽ താൻ പെടുത്തുന്നത്. ഇത് നമ്മളെ വളരെ ചിന്തിപ്പിക്കണം. ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളിൽ നിന്ന് ഉളവാക്കാൻ ആഗ്രഹിക്കുന്നത് ഇതുപോലൊരു സ്നേഹം. ഈ സ്നേഹത്തിന്റെ പ്രത്യേകത പറഞ്ഞാൽ, ആദ്യമേ നമ്മൾ പകയ്ക്കേണ്ടതിനെ പകച്ചാലേ ഇതുപോലൊരു സ്നേഹം നമ്മളിൽ നിന്ന് ഉളവാക്കും. അല്ലെങ്കിൽ നമ്മുടെ സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ വെറും ഒരു സ്വയത്തിന്റെ മേഖലയിൽ നമുക്ക് കുറെ പറയാൻ ചിലപ്പം കാണും, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, മനുഷ്യരെ സ്നേഹിക്കുന്നു ഒക്കെ. പക്ഷെ കർത്താവിന്റെ മുമ്പിൽ അതൊന്നും വില പോകത്തില്ല എന്നുള്ളൊരു കാര്യം. കാരണം കർത്താവിന് വിലയുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാത്തിനെയും പകച്ചുകൊണ്ട്, അതായത് ദൈവം ഒരു കാര്യം പറഞ്ഞാൽ ബാക്കി ആരെങ്കിലും പറയുന്നതിന്റെ പുറത്തോ അല്ലെങ്കിൽ അവരെ പ്രീതിപ്പെടുത്താനോ അതൊരു മാറ്റം വരുത്താൻ അതിന്റെ പുറകെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ, കർത്താവ് നമ്മുടെ ഒരു ശിഷ്യനായിട്ട് കാണുന്നില്ല. അത് കർത്താവ് കാണുന്നത് നമ്മൾ അവരെയാണ് കർത്താവിനേക്കാൾ വലുതായിട്ട് കാണുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പകയ്ക്കേണ്ടതിനെ പകയ്ക്കുന്നുണ്ട്. ശരിക്കും ഇതൊന്ന് ചിന്തിച്ചാല് ഇന്ന് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ഇത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മളെ ആക്കുന്ന ഒരു ലോക സ്നേഹം നമ്മളെ കാർന്നു പിടിച്ചോണ്ടിരിക്കുക. ഈ ലോക സ്നേഹത്തിലേക്കും ലോകപരമായിട്ടുള്ള ചിന്തയിലേക്കും നമ്മളെ കൊണ്ടുപോകുന്ന തരത്തിൽ ഇന്ന് ലോകം നമ്മളെ കണ്ടീഷൻ ചെയ്തോണ്ടിരിക്കും. അപ്പൊ നമ്മൾ ചിന്തിക്കുക, നമ്മൾ പോലും അറിയാതെ നമ്മുടെ സമയങ്ങളും നമ്മളുടേതായിട്ടുള്ള ഒരു കാര്യങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്നതിനുള്ള സമയത്തെ പോലും കാർന്നു തിന്നുന്ന ഏറ്റവും വലിയ ഒരു വിഗ്രഹമായിട്ട് നമ്മളുടെ കയ്യിലുള്ള ഒരു ഫോണിലൂടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ ചിന്തിക്കുക, ഇന്ന് ഈ ദിവസങ്ങളിൽ ഒത്തിരി ചിന്തിക്കേണ്ട കാര്യം, നമ്മളുടെ സമയം ഇന്ന് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് കർത്താവിന്റെ അടുക്കലാണോ, അതോ നമ്മൾ വെറുതെ ഈ ഫോണിൽ ചുമ്മാതെ സ്ക്രോൾ ചെയ്തുകൊണ്ടാണ്? രണ്ടാമത് നമ്മൾ ചിന്തിക്കുക, നമ്മളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെ ഒന്ന് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയോ അതിന് പകരമായിട്ടുള്ള കംഫർട്ടിന് വേണ്ടിയോ നമ്മൾ പോകുന്നത് ഇതിലൂടെ കിട്ടുന്ന കാര്യങ്ങളോ വ്യക്തികളുടെ പുറകിലാണ്. നമ്മളൊന്ന് ഒരുപാട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഇന്നത്തെ കാലത്ത് ഈയിടെ ഒരു ഡോക്ടർ പറഞ്ഞ ഒരു സെന്റൻസ് ഞാൻ പറയാം. 40 വയസ്സിന് ശേഷമുള്ള
പെൺകുട്ടികൾ അല്ലെങ്കിൽ വിവാഹസ്ഥരായിട്ടുള്ള സ്ത്രീകളിൽ സംഭവിക്കുന്ന ഒരു ടെൻഡൻസി ആയിട്ട് ആ ഡോക്ടർ കേരളത്തിൽ നടക്കുന്ന ഒരു കാര്യം പറഞ്ഞത്, ഒരുപാട് ഇമ്മോറൽ ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പോകുന്നു. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ അന്ന് ആ ഡോക്ടർ പറഞ്ഞത്, ഈ 40 വയസ്സ് കഴിയുമ്പോൾ ഒരു ഇമോഷണൽ ആയിട്ട് ഒരു അറ്റാച്ച്മെന്റ് ആണ് ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നത്, മോർ ദാൻ എനിത്തിങ്. ഈ ഒരു അറ്റാച്ച്മെന്റ് ഭർത്താവിന് കൊടുക്കാനോ അല്ലെങ്കിൽ ഭാര്യ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു അറ്റാച്ച്മെന്റ് ആ ഭവനത്തിൽ കിട്ടാതെ പോകുന്ന അവസ്ഥ വരുമ്പോൾ, അതായത് നീ കഴിച്ചോ, നീ കുടിച്ചോ, നിനക്ക് അസുഖം ഉണ്ട്, അങ്ങനെ ഒരു കരുതലിൽ കൂടെ വരുന്ന വാക്കിലും ആ ഒരു പ്രസൻസിലും അറ്റൻഷനിലും കൂടെ കിട്ടേണ്ട ഒരു സ്നേഹമാണ് ആ ഒരു പ്രായമാകുമ്പോൾ മറ്റെന്തിനേക്കാളും കൂടുതൽ സ്നേഹമായിട്ട് തോന്നുന്നു. അപ്പം ഈ സമയത്ത് ഇത് കിട്ടാതെ പോകുന്നതിന്റെ മെയിൻ റീസണും എല്ലാവരും ഈ ഡിവൈസിലാണ്. ഭാര്യയും ഭർത്താവും ഒരു റൂംമേറ്റ് പോലെ കഴിയുന്ന ഒരു ഇതുപോലെ എല്ലാവരും അവരവരുടെ ലോകത്ത് ബിസി ആക്കുന്ന, ജോലി കഴിഞ്ഞ് വന്നാലും ഈ ഒരു കാര്യം അത്രയ്ക്കും നമ്മളെ അതിനകത്ത് അങ്ങ് പിടിച്ചിരുത്തുകയാണ്. അപ്പൊ എന്ത് പറ്റുന്നെന്ന് ചോദിച്ചാല്, ഈ ഒരു ഡോക്ടർ പറഞ്ഞത്, പല സ്ത്രീകളും ഭർത്താക്കന്മാരെ തൃപ്തരല്ലാതെ എല്ലാമായിട്ട് ആ ഡോക്ടർ പറഞ്ഞൊരു സെന്റൻസ്, ഇന്ന് അതിനെ മുതലെടുക്കാൻ ചെറുപ്പക്കാരായിട്ടുള്ള ആണുങ്ങൾ വരെ അവൈലബിൾ ആയിട്ട് ഇരിക്കുക ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക് വേണ്ടി. അപ്പൊ അങ്ങനെ ഒരു ടെൻഡൻസി ഇന്ന് ഈ ഒരു കാലഘട്ടത്തിന്റെ ഒരു വലിയൊരു പ്രശ്നമായിട്ട് ഒരു ടോക്കിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കുക, ഇതേ ഒരു മേഖല ഇതേപോലൊക്കെ തന്നെ നമ്മളെ പലതിനകത്ത് കുടുക്കിക്കൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളും നമ്മൾ ചെയ്യേണ്ട ഒരു ആത്മീയമായിട്ട് അല്ലെങ്കിൽ നമ്മൾക്ക് ക്രിസ്തുവേഷനോടുള്ള ഏകാഗ്രതയും അവിടെ കൊടുക്കേണ്ട അറ്റൻഷനും ഇല്ലാതാക്കുന്നതും, ഇതുപോലെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ സമയത്തെയും നമ്മുടെ ശ്രദ്ധയും ശ്രദ്ധയോടിരിക്കാനുള്ള ഒരു കഴിവിനെയും ഇല്ലാതാക്കുന്ന ഈ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്, ഈ സോഷ്യൽ മീഡിയയുടെ പ്രസരിപ്പിനെ നമ്മൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മൾ എവിടെയൊക്കെയോ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് അറിയേണ്ടത്, ഒരു സൈക്കോളജിക്കൽ വാർഫെയർ നടക്കുന്ന ഒരു സമയം തന്നെയാണിത്. അതായത് സൈക്കോളജിക്കൽ വാർഫെയർ എന്ന് പറയുമ്പോൾ ഒരു യുദ്ധക്കളത്തിലാണ് നമ്മൾ. ഈ യുദ്ധത്തിന് ഇവർ ഉപയോഗിക്കുന്ന ഒരു വെപ്പൺ അല്ലെങ്കിൽ ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുക എന്നുള്ളത്. ഡിസ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ അവര് ഒരു മിലിറ്ററി ടേമായിട്ട് തന്നെ നമുക്ക് അതിനെ കാണാം. അതായത് നമ്മളൊരു യുദ്ധക്കളത്തിലാണ് നമുക്കറിയാം. ആ തിമോത്തിയോസിൽ പറയുന്നത് പോലെ, ക്രിസ്തുയേശുവിന്റെ നല്ല പടനായി നീയും എന്നോട് കൂടി കഷ്ടം സഹിക്കാം, പട ചേർത്തനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവന കാര്യങ്ങൾ ഇടപെടാതിരിക്കുന്നു. ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായെങ്കിൽ കിരീടം പ്രാപിക്കില്ല. അതായത് നമ്മളൊരു യുദ്ധക്കളത്തിലാണ്. അപ്പൊ നമ്മളിൽ നിന്ന് ചെയ്തെടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരു വലിയൊരു പ്രവൃത്തിയുണ്ട്. നമ്മളെന്ന് പറയുമ്പോൾ സഭയിലൂടെ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ മണവാട്ടിയാവുന്ന ആ സഭയെ ആണെന്നുള്ളൊരു തിരിച്ചറിവ് നമ്മൾ ആ യുദ്ധക്കളത്തെ ഫോക്കസ് ചെയ്യുമ്പോൾ, നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്താൽ നമ്മളിൽ കൂടെ നടക്കേണ്ട കാര്യങ്ങൾ നടക്കത്തില്ലെന്ന് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ ഡിസ്ട്രാക്ട് ചെയ്യിപ്പിക്കാൻ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ നമ്മളെ ഇന്ന് ഡിസ്ട്രാക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു തന്ത്രം. ഈ തന്ത്രത്തിൽ നമ്മൾ ലോകത്തിനോടൊപ്പം ആ ഒരു ലോകത്തിന്റെ രീതിയിൽ നമുക്ക് റോമർ 12 ആ ഒരു 1-2 പറഞ്ഞ ലോകത്തിനോട് അനുരൂപപ്പെട്ടു പോയാൽ, അതിനകത്ത് നമ്മൾ ഓർക്കും, ഇതിനകത്ത് തന്നെ ഇത്ര വലിയ, ഞാൻ കാണുന്ന കാര്യത്തിന് കുഴപ്പമില്ലല്ലോ, ഞാൻ കാണുന്നത് വലിയ പാപം നിറഞ്ഞ കാര്യമല്ലല്ലോ. അവിടെയാണ് നമ്മൾ ഈ ഒരു മണവാട്ടിയുടെ പൊസിഷൻ നമ്മൾ അറിയുന്നത്. ഒരു മണവാട്ടിയുടെ പൊസിഷനിൽ നമ്മൾ അതിനെ കാണുമ്പോൾ നമ്മൾ സ്നേഹത്തിന്റെ പുറത്തുനിന്നാണ് പിന്നെ ഈ ഒരു കാര്യത്തിൽ നമ്മൾ നിൽക്കുന്നത്, ദൈവമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ നമ്മൾ നിൽക്കുന്നത്. അതായത് ഈ ദൈവത്തിന്റെ സാന്നിധ്യത്തെ തേടിയാണ് നമ്മൾ ആ ഒരു ബന്ധത്തിന്റെ പുറത്താവുന്നത്. പിന്നീട് നമ്മൾ ഈ ദൈവ സാന്നിധ്യത്തെ വിഷമിപ്പിക്കുന്ന, ഈ ദൈവത്തിന്റെ സാന്നിധ്യത്തെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ പിന്നെ പുറകോട്ട് മാറുന്നത്. അത് ചിലപ്പോൾ ഒരു പക്ഷെ ഒറ്റ നോട്ടത്തിൽ അത് വലിയ പാപമായിട്ട് കാണുന്ന കാര്യങ്ങളല്ല എങ്കിൽ പോലും, ഈ സമയത്തെ കൊല്ലുന്ന, നമ്മൾക്ക് ഒരു പക്ഷെ ദൈവത്തോടൊപ്പം ഇരിക്കാൻ സാധ്യതയുള്ള സമയത്തെ ഇല്ലാതാക്കുന്ന, ആ കർത്താവിന്റെ ഒപ്പം മണവാളനോട് കൂടെ ഇരിക്കാൻ ആ ഒരു സീക്രട്ട് ടൈം, ആ കർത്താവുമായിട്ടുള്ള ഒരു ഇന്റിമേറ്റ് ടൈമിനെ ബാധിക്കാൻ സാധ്യതയുള്ള സാമാന്യമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മാറുക, ആ ഒരു വേർപാടാണ് പിന്നെ നമ്മൾ
കെയർഫുൾ ആവണ്ടേ. കാര്യം പിന്നെ നമ്മളൊരു മണവാട്ടി ആയിട്ടുള്ള ഒരു വ്യക്തി പിന്നെ ചിന്തിക്കുന്നത് ഇത് ശരിയാണോ തെറ്റാണോ ഗുഡ് ആണോ ബാഡ് ആണോ എന്നുള്ളതല്ല, ഇത് ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണോ അതോ സാമാന്യമായിട്ടുള്ള കാര്യമാണോ, ഇത് ശ്രേഷ്ഠമായ കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് ആ ശ്രേഷ്ഠമേറിയത് പ്രാപിക്കുവാൻ എന്നെ സഹായിക്കുന്ന കാര്യമാണോ അതോ ഈ ശ്രേഷ്ഠമായതിൽ നിന്ന് എന്നെ ക്രിസ്തുവേശനോടുള്ള ഏകാഗ്രതയിൽ നിന്ന് എന്നെ പുറത്താക്കുന്ന, ആ ശബ്ദം കേൾക്കുന്നതിൽ നിന്ന് എന്നെ പുറത്താക്കുന്ന കാര്യത്തിലാണോ ഞാൻ എന്റെ സമയത്തെ ചെലവഴിക്കുന്നത്? ഈ ദിവസങ്ങളിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മൾക്കൊന്ന് സ്വസ്ഥമായിട്ട് ഒരു 5 മിനിറ്റ് ഇരിക്കാനുള്ള കഴിവ് പോലും ഇല്ലാതാക്കുന്ന തന്ത്രമാണ് ഈ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ എങ്ങനെ ഇതിനകത്ത് ഹുക്ക് ചെയ്തിരുന്നതാണ്. ഒരു കുഞ്ഞു കുട്ടി ഈയിടെ സത്യം പറഞ്ഞ ഒരു കേസ് വന്നത്, 75 വയസ്സുള്ള അമ്മച്ചിക്ക് ആ പ്രശ്നത്തിന്റെ ആ രോഗാവസ്ഥയുടെ കാരണം അന്വേഷിച്ച് വന്നപ്പോ ഫോൺ അഡിക്ഷനാ കാര്യം. അപ്പൊ നമ്മളൊന്ന് ചിന്തിക്കുക, ആ കുഞ്ഞു കുട്ടി മുതൽ 75 വയസ്സുള്ള ഈ പ്രായമുള്ളവരെ വരെ ഇപ്പം ഒരു ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു ലഹരിയാണ് ഈ ഒരു മേഖല. അപ്പൊ ഈ മേഖലയിൽ അകപ്പെട്ടിട്ട് ഇവർക്ക് ആർക്കും നോർമലായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് മാത്രമല്ല, നമ്മൾ ആത്മീയമായിട്ടൊന്ന് ചിന്തിച്ചാൽ ക്രിസ്തുവേശനോടുള്ള ഏകാഗ്രതയിൽ നിന്ന് നമ്മളെ അകറ്റുന്ന സംഭവം. അതിനേക്കാളും അപ്പുറം നമ്മൾ ചിന്തിക്കുക, മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവം എന്ന അറിവീൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഇംഗ്ലീഷ് ഭാഷയിൽ അത് പറയുന്നത് ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. ആ ഒരു സ്റ്റിൽ ആവാനുള്ള ഒരു കഴിവുണ്ട്. സ്റ്റിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് വെയിറ്റ് ചെയ്യാനുള്ള കഴിവ്, കർത്താവിന്റെ സ്വരത്തിന് വേണ്ടി ഒന്ന് കാത്തിരിക്കുന്ന ഒരു അനുഭവം, ആ സ്വരം കിട്ടുന്നിടം വരെ ഒന്ന് ക്ഷമയോടെ ഇരിക്കാനുള്ള ഒരു കഴിവുണ്ട്. ഈ കഴിവ് ഇന്ന് നമുക്ക് ഇല്ലാതായിക്കൊണ്ട്, അതാണ് ഏറ്റവും വലിയ നമ്മളിൽ നിന്ന് ചോർന്നു പോകുന്ന ഒരു കഴിവ്. അതായത് നമുക്കൊരു 5 മിനിറ്റ് ഇവിടെ ഇരുന്നാൽ നമ്മൾ 100 എടുത്ത് പോയിട്ടേ നമുക്കിപ്പം വരാൻ പറ്റും. നമ്മളൊന്ന് അറിയുക, നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നതിന്റെ ആഴം മനസ്സിലാക്കുക. നമുക്ക് ഇപ്പൊ ഒരു കുഞ്ഞിനെ ശ്രദ്ധിച്ചാൽ പോലും എങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കാനുള്ള കഴിവ്, ഒരു കാര്യത്തെ ശ്രദ്ധിക്കാനുള്ള കഴിവ്, അവർക്ക് ബേസിക്കലി പഠനത്തിനോ അല്ലെങ്കിൽ ഒരു ജോലിക്കോ ആവശ്യമായിട്ടുള്ള ഒരു കഴിവാണ് ഫോക്കസ് ചെയ്യാൻ, അറ്റൻഷൻ സ്പാൻ, കോൺസെൻട്രേഷൻ. ഇതാണ് പിശാച് ചോർത്തിയെടുത്തോണ്ട് പോകുന്നത്. പിശാച് മോഷ്ടിപ്പാനും മുടിപ്പാനും കൊല്ലുവാനും വരുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയാണ് നമ്മളെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത്, എങ്ങനെയാണ് നമ്മുടെ നല്ല കഴിവുകളെ, നല്ല സാധ്യതകളെ ഇല്ലാതാക്കുന്നതും. ഈ സാധ്യതകൾ നമുക്കുണ്ടായിരുന്ന സ്കിൽ ഇല്ലാതാകുമ്പോൾ നമ്മൾ ആദ്യം ഔട്ടാവുന്നത് കർത്താവിന്റെ സ്വരം കേൾക്കാൻ പറ്റാത്തൊരു തലത്തിലേക്ക് നമ്മളാവാം. അവിടെ ഒരു കാത്തിരിപ്പുണ്ട്, അവിടെ ഒരു സ്റ്റില്ലാവേണ്ട ഒരു കാര്യമുണ്ട്. ഇത് നമുക്ക് സാധ്യമല്ലാത്തടത്തോളം കാലം നമ്മൾക്ക് ഇത് നമ്മുടെ സ്വയത്തിന്റെ അനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചിരിക്കും. കാര്യം നമ്മൾക്ക് എത്ര കാത്തിരുന്ന് കർത്താവിന്റെ ശബ്ദം കേട്ട് അതിനനുസരിച്ച് പോകാനുള്ള ക്ഷമയൊന്നും അവിടെ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ കേൾക്കുന്നത് നമ്മുടെ ഇടയന്റെ ശബ്ദമായിരിക്കും. നമ്മൾ മറ്റ് ശബ്ദങ്ങൾ കേട്ട് പലതിന്റെയും പുറകെ നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോകുന്ന ഒരു മേഖല. ഇവിടെയാണ് നമ്മൾ ഇന്ന് നമ്മളിൽ നിന്ന് മോഷ്ടിച്ചു പോയത്, നമ്മളിൽ നിന്ന് അപഹരിച്ചു പോയതിനെ തിരിച്ചു പിടിക്കത്തവണ്ണം സമയം തക്കത്തിൽ ഉപയോഗിക്കുന്ന ബുദ്ധിയുള്ള കന്യകമാരെന്നൊരു വാക്ക് അവിടെ ഉപയോഗിക്കുന്നെങ്കിൽ അത്രയ്ക്ക് പ്യോറായിട്ട് സൂക്ഷിക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നമ്മളുടെ ആ ഡിവോഷൻ, നമ്മളുടെ ആ ദൈവമായിട്ടുള്ള ബന്ധം, അത് വേറെ ഒന്നിനാലും വേറെ ഒരു വിഗ്രഹത്താലും മലിനപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. വിഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് മറ്റും വിശ്വാസ മാർഗത്തിൽ ഇപ്പോൾ ഒരു ഇമേജിന്റെ മുമ്പിൽ ഇരിക്കുന്നില്ലായിരിക്കാം, പക്ഷെ നമ്മുടെ ഹൃദയത്തിലുള്ള പല പ്രതിഷ്ഠകളുണ്ട്. ഈ പ്രതിഷ്ഠകളെ നമ്മൾ ഉടച്ചില്ലെങ്കിൽ നമ്മൾ വെറും വിഗ്രഹം, നമ്മൾ ദൈവത്തെക്കാൾ കൂടുതൽ എന്തിന് നമ്മൾ സ്ഥാനം കൊടുത്താലും അതൊരു വിഗ്രഹം തന്നെയാണ്. അത് ഈ ദിവസങ്ങൾ ശ്രദ്ധിക്കുക. ഈ ചെറുപ്പക്കാരായിട്ടുള്ളവരെ പറയാം, നിങ്ങൾക്ക് ഒരു അഡിക്ഷൻ ഉണ്ടെങ്കിൽ അതൊരു വിഗ്രഹാരാധനയായിട്ട് കാണുക. ഇതൊരു വർഷിപ്പ് ഇഷ്യൂ ആണ്. മറ്റെന്തിനേക്കാളും ഇതൊരു വർഷിപ്പ് ഇഷ്യൂ ആയിട്ട് കാണുക. നമ്മൾ ആരാധിക്കുന്നത് അതിനെയാണ്. ഒരു വ്യക്തിയെ നിങ്ങൾക്ക് മറക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതൊരു വർഷിപ്പ് ഇഷ്യൂ ആയിട്ട് കാണുക. നമ്മളെ ദൈവത്തെക്കാൾ കൂടുതൽ നമ്മൾ ശരിക്കും കർത്താവ് നമ്മളെ വിളിക്കുന്നത് സ്വയം മരിക്കാൻ വേണ്ടിയാണ്. സ്വയത്തെ കൊല്ലുവാൻ തയ്യാറായിട്ടുള്ളവർ എന്റെ ശിഷ്യരായ മതി. അല്ലെങ്കിൽ നമ്മൾ പേരിന് ഒരു ഇവിടെ ഒന്ന് തിളങ്ങാൻ വേണ്ടി, ഇവിടെ നമുക്ക് കുറച്ചുനാൾ നിലനിൽക്കാൻ ഒരു വിളക്ക് മാത്രം നമ്മുടെ കാണും. നമ്മുടെ ഈ വെളിച്ചത്തെ നിലനിർത്തുന്ന എണ്ണ നമ്മുടെ ഇല്ല. നമ്മൾ അവസാനം വഞ്ചിക്കപ്പെടും. നമ്മൾ തിരിച്ചറിയുക, നമ്മളെ മരിക്കാനാണ് വിളിച്ചതെങ്കിൽ സത്യം പറഞ്ഞാൽ ഏത് ജീവിതത്തിന്റെ പ്രതിസന്ധികൾ വന്നാലും ഒരു മരിച്ച ആളെ പിന്നെ കൊല്ലാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞതുപോലെ നമ്മളെ പിന്നെ മുറിപ്പിക്കാൻ വന്നാലും നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഒരു കാര്യം കിട്ടിയില്ല, ഒരു തൃപ്തി ഇല്ലായ്മ ഒന്നും ഒരു ഡെഡ് ബോഡിക്ക് ഉണ്ടാവത്തില്ലെന്ന് പറഞ്ഞതുപോലെ അത്തരത്തിലൊരു മരിച്ച അവസ്ഥ
ക്രിസ്തുവിൽ നമ്മൾ മരിച്ചാൽ പിന്നെ എന്റേതായിട്ടുള്ള ഇഷ്ടങ്ങൾ, എന്റേതായിട്ടുള്ള പ്രിഫറൻസും ചോയ്സും എന്റെ ആഗ്രഹങ്ങളും അവിടെ ഇല്ല. ആ ആഗ്രഹങ്ങൾ ഉള്ളപ്പോഴാണ് അത് കിട്ടാത്തപ്പോ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു മരിച്ച അവസ്ഥ യഥാർത്ഥത്തിൽ നമുക്കുണ്ടെങ്കിൽ പിന്നെ വേറെ ഒരു മേഖലകളിൽ നമ്മൾ ആഗ്രഹിക്കാത്ത പോലാണെങ്കിലും നമ്മൾക്കൊരു സ്വസ്ഥതക്കേട് ഉണ്ടാക്കുക. സ്വസ്ഥതക്കേട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ആ മേഖലയിൽ മരിച്ചിട്ടില്ലെന്നുള്ളത്. അത് കർത്താവ് കാണിച്ചു തരുക, ഇനിയും മരിക്കാനുള്ള ആ മേഖല. ഇതുപോലെ ഈ സമയത്ത് തക്കത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മരിക്കേണ്ട മേഖലയെ മരിപ്പിക്കുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ മരണത്തിൽ നിന്നുളവാകുന്ന ഒരു പുനരുത്ഥാനത്തിന്റെ ജീവന്റെ ശക്തിയാണ് കർത്താവിന്റെ വരവെങ്കിൽ നമ്മളെ ആ ഒരു മേളിലോട്ട് പറക്കത്തക്കോടെ നമ്മളെ ആക്കും. അതുപോലെ നമ്മളെ അറിയുക, കർത്താവിന്റെ ആ ശബ്ദം അന്ന് നമ്മളെ ഇവിടെ കയറി വരവീൻ എന്നുള്ള ഒരു ശബ്ദം നമുക്ക് സെൻസ് ചെയ്യണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ആ ശബ്ദത്തിനോട് ഒരു ഫെമിലിയാരിറ്റി ഉണ്ടാവും. ഈ ശബ്ദം നമുക്ക് ഇപ്പൊ അറിയത്തില്ലെങ്കിൽ അപ്പൊ ആ ശബ്ദം കേട്ടാൽ നമ്മൾ ഒന്നും അറിയത്തില്ല. നമ്മൾ ഭയങ്കരമായിട്ട് സൂക്ഷിക്കേണ്ടത് നമ്മളോട് തന്നെ, ദൈവമേ ഞാൻ ശരിക്കും ജീവിക്കേണ്ട പോലെ ഒരു ക്രിസ്ത്യാനിയായിട്ടാണോ, ദൈവത്തിന്റെ യഥാർത്ഥ ശിഷ്യനായിട്ട് തന്നെയാണോ, അതോ വെറും പേരിന് ഞാനൊരു വെറും ഒരു മതത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഒരു മതം ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ഏത് വലിയ ക്രൗഡിനകത്തൊന്നും വിളിച്ചാലും നമുക്കറിയാം ഇത് എന്റെ അപ്പന്റെ വോയിസ് ആണ്, എന്റെ അമ്മയുടെ വോയിസ് ആണ്. കാര്യം എന്ന് ചോദിച്ചാൽ നമ്മുടെ ആ പരിചയമാണ്. ഇതേപോലെ നമ്മൾ ഈ രഹസ്യത്തിൽ ഉള്ള സമയത്ത്, നമ്മുടെ ഈ പേഴ്സണൽ ടൈമിൽ നമ്മൾ ഈ കർത്താവിന്റെ ശബ്ദം കേട്ടൊരു പരിചയമില്ലെങ്കിൽ, കർത്താവ് നമ്മളെ ഇവിടെ കയറി വരവിനത് എത്ര ഉറക്കം വിളിക്കുന്ന ഒരു സമയത്തും ഇത് കേട്ട് പരിചയമുള്ളവർക്കേ പോകാൻ പറ്റും. അതുകൊണ്ട് ഈ കണ്ടെത്താവുന്ന സമയത്ത്, ഇനി അധിക സമയമില്ലാത്ത സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നുണ്ടോന്നതിനേക്കാൾ അപ്പുറം കർത്താവിനെ അറിയാമോ, ദൈവത്തിന് എന്നെ അറിയാമോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ആ അറിവിൽ നിന്നുണ്ടാകുന്ന പ്രവൃത്തി ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം അറിയുന്നത് ഞാൻ പറഞ്ഞത് നീ ചെയ്താൽ മതി. അപ്പൊ ഈ പറയുന്നത് കേൾക്കാൻ വേണ്ടി നീ എന്റെ അടുത്ത് വരണം. ഈ കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് ഭയങ്കര ബിസിയാണ്, നമ്മളെല്ലാം ഭയങ്കര ബിസിയാണ്. ഇപ്പൊ മിനിസ്ട്രി കാരണം നമ്മളങ്ങ് ബിസിയാണ്. പക്ഷെ കർത്താവ് നീ എന്റെ അടുക്ക വന്ന് അതും ഒരു വചനമാണ് നമ്മൾ കേൾക്കണത്. ഈ അടുക്കൽ വന്ന് കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് ചെയ്യുന്നതാണ് മിനിസ്ട്രി. അപ്പൊ ഈ തരത്തിലുള്ള ഇന്റിമസി നമ്മളെ ഇല്ലാതാക്കുന്ന എന്തും ശരിക്കും നമ്മൾ പേടിക്കണം. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഇന്റിമസിയിലായിട്ട് നമ്മൾ വരുവാണെങ്കിൽ, കർത്താവിന്റെ വചനം പറയുന്നുണ്ട്, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിനോട് നീ പ്രാർത്ഥിക്കുമ്പോൾ ആ പിതാവ് നമുക്ക് പ്രതിഫലം തരും. എന്താണ് നമ്മുടെ പ്രതിഫലം? ഒന്ന് ചിന്തിച്ചാൽ ദൈവത്തിന്റെ സാന്നിധ്യമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന പ്രതിഫലം. കർത്താവിനെ കിട്ടുന്നതാണ് നമ്മുടെ ദൈവത്തിന്റെ വചനം. പഴയ നിയമത്തിൽ പറഞ്ഞാൽ ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലം, അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതിഫലം. അപ്പൊ ഈ രഹസ്യത്തിൽ കാണുന്ന ഈ കർത്താവിനെ നമ്മുടെ ഈ പേഴ്സണൽ സ്പേസിൽ പേഴ്സണലായിട്ട് നമ്മൾ മീറ്റ് ചെയ്താൽ, നമ്മളുടെ പബ്ലിക്കായിട്ട് നിൽക്കുമ്പോൾ, ശുശ്രൂഷ ചെയ്യുമ്പോൾ കർത്താവ് അവിടെ പബ്ലിക്കായിട്ട് തന്റെ സാന്നിധ്യം നമ്മളെ ബാക്കപ്പ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ ഉണ്ടാവുന്ന ആ ദൈവത്തെ നമ്മൾ പകർന്നു കൊടുക്കുന്ന അനുഭവമാണ് ഈ ദിവസങ്ങളിൽ വ്യക്തി ജീവിതങ്ങളെ, നമ്മുടെ അടുക്കൽ വരുന്ന വ്യക്തി ജീവിതങ്ങളിലേക്ക് പകരപ്പെടേണ്ടത്. നമ്മളെ അല്ല ആർക്കും വേണ്ടി, നമ്മളെ കാണിക്കാനോ നമ്മളെ വലുതാക്കാനോ ശ്രമിച്ചാൽ അവിടെ പരിശുദ്ധാത്മാവ് പിൻവാങ്ങിയിരിക്കും. പരിശുദ്ധാത്മാവ് അവിടെ നിന്ന് മാറിയിരിക്കണം. ഈ ദിവസങ്ങളിൽ നമ്മൾ ആ സെൻസിറ്റീവായിട്ടുള്ള പരിശുദ്ധാത്മാവിന്റെ ആ സ്വയത്തിന്റെ മേഖലകൾ എവിടെല്ലാം പൊങ്ങിയിരിപ്പുണ്ടോ, പരിശുദ്ധാത്മാവ് അവിടുന്ന് പിന്മാറും. നമ്മൾ അപ്പൊ എത്രയും മരിക്കുന്നോ അത്രയും പരിശുദ്ധാത്മാവിനെ നിറയും. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഈ പേഴ്സണലി നമ്മൾ ആ സ്പേസിൽ ഇരുന്ന് ദൈവത്തിന്റെ ആ ഒരു അനോയിന്റ്മെന്റ്, ഈ ഒരു എണ്ണയാൽ നമ്മൾ നിറയുമ്പോൾ, ആ സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ എന്റെ ആടുകളെ ഞാൻ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന പറയുമ്പോൾ അവിടെ കിട്ടുന്ന ഒരു പ്രത്യേക പ്രൊട്ടക്ഷൻ ഉണ്ട്. ആ പ്രൊട്ടക്ഷൻ മാത്രമല്ല, ആ എണ്ണയിൽ നിന്ന് പകരപ്പെടുന്ന ഒരു പ്രത്യേക സ്മെല്ലുണ്ട്, ഒരു അരോമയുണ്ട്. ഈ അരോമയാണ് ഈ വ്യക്തി കർത്താവിന്റെ കൂടെ ഇരുന്നാണ്, ഈ കർത്താവിന്റെ കൂടെ ഇരുന്ന ഒരു പരിചയം. നമുക്കറിയാം പത്രോസ് ഒക്കെ ആ ഒരു 3000 പേരെ അല്ലെങ്കിൽ അത്തരത്തിലൊരു അപ്പോസ്തലനായിട്ട് പോകുന്ന സമയത്ത് അവർക്ക് ആകെപ്പാടെ പറയാനുള്ള ക്വാളിഫിക്കേഷൻ ഇവര് കർത്താവിന്റെ കൂടെ ഇങ്ങനെ നടന്നവരായിരുന്നു എന്ന് ആരും പറയാതെ തന്നെ പുറത്തു വരുന്ന ഒരു സ്മെല്ലുണ്ട്. അതാണ് ഈ ദിവസങ്ങളിൽ നമ്മളിൽ നിന്ന് ആ എണ്ണ പുറത്തു കൊണ്ടിരുന്ന, ആ അനോയിന്റ്മെന്റ് കൊണ്ടിരുന്ന, ആ ഒരു ഓയിൽ കൊണ്ടിരുന്ന ആ ഒരു അരോമ. അവിടെ ഒരു പ്രത്യേക ഷൈനിങ്, അത് ദൈവത്തിന്റെ വെളിച്ചമായിട്ട് നമ്മൾ ഷൈൻ ചെയ്യുന്ന പോലത്തെ നമ്മൾ ഈ ലോകത്തിന്റെ ആ ഒരു വെളിച്ചമായി ഈ ഭൂമിയിൽ ആ ഒരു ഉപ്പായിട്ട് ആ ഒരു റോള് നമുക്ക് ചെയ്യാൻ കഴിയുന്ന
ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യണം. അതായത് ഇനി അധിക സമയമില്ലെന്ന് ഞാൻ അറിയുന്നു. പക്ഷെ ഇതില് തന്റെ മണവാട്ടിയെ തന്നെത്താൻ ഒരുക്കുന്നത് പോലെ, തന്നെത്താൻ ചുളുക്കമില്ലാതെ ആ ഒരുക്കുന്ന ഒരു പ്രക്രിയയിൽ നമുക്ക് ദൈവവചനത്തിൽ പറയുന്ന പോലെ നമ്മളെ ഇങ്ങനെ ശുദ്ധീകരിക്കാൻ വേണ്ടി കർത്താവ് ഇങ്ങനെ ഒരു ഊതി കഴിക്കുന്നത് പോലെ, വെള്ളി ശുദ്ധി വരുന്നത് പോലെ ഇരുന്നു കൊണ്ട് ലേവി പുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെ വെള്ളി പോലെ നിർമ്മികളിലേക്ക്. അപ്പൊ ഈ ഒരു പ്രക്രിയ കർത്താവ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ തരും. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ പോകത്തില്ല. അതിന്റെ ഉദ്ദേശം നമ്മളെ ഈ പ്രക്രിയയിലൂടെ ദൈവത്തിന്റെ ആ ഒരു വിശുദ്ധീകരണം നമ്മളെ നടത്താൻ, നമ്മളിൽ പൊങ്ങിയിരിക്കുന്ന സ്വയത്തിന്റെ മേഖല ഇല്ലാതാക്കാൻ വേണ്ടി ആ ഒരു പ്രക്രിയയിൽ നമ്മൾ ആ പണിയിൽ ഒന്ന് ഇരുന്ന് കൊടുത്താൽ നമ്മളെ തന്നെ മരിപ്പിക്കാൻ വേണ്ടി ആ ക്രൂശം എടുത്ത് നമുക്ക് ഓരോരുത്തർക്കും വെച്ചിരിക്കുന്ന ഒരു ക്രൂശുണ്ട്. അത് വേറൊരാൾക്കുള്ളതല്ല, എനിക്കുള്ളത്. ആ ക്രൂശ് തന്നെ എടുക്കാൻ അത് ഏത് കഷ്ടതയുടെ ആണല്ലോ, കർത്താവിനോട് ആ കഷ്ടതയോട് ആ ഏകീഭവിക്കാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്നത്. എന്റെ സ്വയത്തെ മരിപ്പിക്കാൻ ഏതാണോ വേണ്ടത് അതിനുവേണ്ടി വെച്ചിരിക്കുന്ന ദൈവത്തിന് അറിയാം എനിക്ക് എന്തൊക്കെ വേണമെന്നുള്ളത്. അതിനെ എംബ്രേസ് ചെയ്യുന്ന ആ ക്രൂശിനെ ആ ക്രൂശിന്റെ പറഞ്ഞുകൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ഇടുങ്ങിയ വഴിയെ സ്വീകരിക്കാൻ തയ്യാറുള്ളവരെയാണ് കർത്താവിന് നമ്മൾ ഈ ദിവസങ്ങളിൽ ആത്മാർത്ഥമായിട്ട്, കാര്യം നമ്മൾ ഇത്രയും എല്ലാം ആത്മാർത്ഥമായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും ശരിക്കും ആ ഒരു സ്നേഹം അത് ദൈവം ആഗ്രഹിക്കുന്ന പോലത്തെ ലെവലിലായിട്ടില്ലെങ്കിൽ അതിനുവേണ്ടി നമ്മളെ സമർപ്പിക്കാം. എന്റെ ഈ സ്വയത്തിനെ കൂടെ നിറഞ്ഞിരിക്കുന്ന സ്നേഹത്തിനെ മാറ്റിയിട്ട് അങ്ങയുടെ സ്നേഹം കൊണ്ട് നിറയും. എന്റെ സ്വയത്തിനെ കൂടെ നിറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ എനിക്ക് ബാക്കിയുള്ള ദൈവത്തെക്കാൾ കൂടുതൽ ചിലപ്പോൾ ഞാൻ പലതിനെയും പരിഗണന കൊടുത്തു, അല്ലെങ്കിൽ അതിന്റെ പുറകെ ഞാൻ. പക്ഷെ അതിനെ ഒന്ന് കൊന്നിട്ട് അതിനെ ഒന്ന് നിർമ്മലീകരിച്ചിട്ട് അങ്ങയുടെ പകരക്കാരനായ അങ്ങയിൽ നിന്നുള്ള ആ സ്നേഹം, അത് നമുക്കറിയാം. നമുക്ക് ഈ നമ്മൾ ആ ഒരു നമ്മളെ മരിപ്പിക്കുക അല്ലെങ്കിൽ ആ ഒരു നമ്മളെ ക്രൂശീകരിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമുക്കത് സ്വയമായിട്ട് ചെയ്യാൻ പറ്റുന്നതല്ല, പരിശുദ്ധാത്മാവ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ആത്മഹത്യ ചെയ്യുക സ്വയമായിട്ട്, അതാണ് ക്രൂശീകരിക്കുക എന്ന് പറയുന്നത്. ആത്മഹത്യ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുന്നത് പോലെ നമുക്ക് സ്വയമേ നമുക്ക് ക്രൂശീകരിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുക കർത്താവ് ഈ മേഖലയെ ഫലിപ്പിക്കാൻ വേണ്ടി. ആ ആത്മാവാകുന്ന ദൈവത്തിനുണ്ട്, വചനമാകുന്ന കണ്ണാടിയുടെ മുമ്പിൽ ഞാൻ എന്നെ ഏർപ്പിക്കുകയാണ്. അവിടെ നടക്കുന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയ, പരിശുദ്ധാത്മാവ് നമ്മളെ മരിപ്പിക്കുന്ന ആ ഒരു നല്ല ആ പ്രവൃത്തിയിലേക്ക്, ഇനി എത്ര നാൾ നമ്മളെ മരിപ്പിക്കാൻ നമ്മൾ ആ യാഗപീഠത്തിൽ കിടക്കണോ അത് തീരുന്നിടം വരെ അതിനകത്തുനിന്ന് എഴുന്നേറ്റ് പോകാതെ ആ ഒരു ശുദ്ധീകരണം എന്നെ നടക്കുവാൻ വേണ്ടി ഞാൻ അങ്ങയിലേക്ക്, ആ മരണം നടക്കുവാൻ വേണ്ടി അവനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ശരിക്കും നമ്മളെ മരിക്കുവാൻ വേണ്ടി തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. ശരിക്കും ആ ഒരു മരണത്തിൽ നിന്ന് ഉളവാകുന്ന ഒരു ജീവൻ, ഒരു സ്നേഹം, ഒരു വിശുദ്ധി, വേർപാട്, ഇത് മണവാട്ടിയിൽ കാണുന്നു. ഇതാണ് മണവാട്ടിയുടെ പ്രത്യേകത. ഈ മണവാട്ടിയെ ചേർക്കുവാൻ വേണ്ടി കർത്താവ് വരുമ്പോൾ ലോകമകത്തുള്ള ഒരു മണവാട്ടിനെ കൊണ്ടുവന്നു. ലോകത്തിന് ആ മിസ്രൈമിൽ നിന്ന് അവരെ പോയപ്പോൾ ഇത്രയും വർഷം കാത്തിരുന്നത് മിസ്രൈം അവരുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാണ്. അവരതിനകത്ത് പുറത്തു വന്നതിൽ അവരുടെ ഉള്ളിലുള്ള മിസ്രൈമിനെ പുറത്തു കൊണ്ടുവരാൻ ലോകം നമ്മൾക്കകത്തുള്ളത്, പ്രത്യേകിച്ച് നമ്മൾ ഈ ദിവസങ്ങളിൽ വഞ്ചിക്കപ്പെടാതെ നമ്മളെ ഇങ്ങനെ ഈ പ്രക്രിയയിൽ നിന്ന് നമ്മളെ ഔട്ടാക്കുന്ന ഒരു ഡിസ്ട്രാക്ഷനിലേക്കും നമ്മുടെ സമയത്തെ കൊടുക്കരുത്. നമ്മളുടെ മനസ്സിന്റെ കഴിവുകളെ ഈ പ്രക്രിയക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന രീതി നമ്മളെ ഇല്ലാതാക്കുന്ന ഓരോ മേഖലയിലേക്കും നമ്മുടെ സമയത്തെ നമ്മുടെ ശ്രദ്ധയും കൊടുക്കാതെ നമുക്കൊന്ന് ഏകാഗ്രതയോടെ, കാര്യം കർത്താവ് തേടുവാണ് തന്നിൽ തന്നെ ഏകാഗ്രതയായിട്ട് തന്നെ അന്വേഷിക്കുന്ന ഹൃദയങ്ങളെ തന്നെത്താൻ ബലവാനെന്ന് കാണിക്കണം. നമ്മളിൽ ആ ഒരു പ്രാർത്ഥിക്കേണ്ടത് കർത്താവ് മാത്രം, ആ ക്രിസ്തു മാത്രം നമ്മളുടെ ഒരു കേന്ദ്ര ബിന്ദുവെ മാറണം. വേറെ എല്ലാം എടുത്തോ, പക്ഷെ ക്രിസ്തുവിനെ എനിക്ക് വേണമെന്ന് പറഞ്ഞ പോലെ എന്തെടുത്താലും ക്രിസ്തു മതി, വേറെ ഈ ലോകം എന്റെ പിൻപേ, ഈ ക്രൂശിന്റെ വഴി എന്ന് പറഞ്ഞ് യഥാർത്ഥമായിട്ടുള്ള ക്രിസ്തു ശിഷ്യരാവാൻ ഈ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് ഇടയാക്കട്ടെ. അതിനുള്ള ദൈവത്തിന്റെ കൃപയാൽ നിറയ്ക്കട്ടെ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു സെഷൻ മൈൻഡപ്പ് ചെയ്യാം. നിങ്ങളുടെ എന്റെ സ്വർഗ്ഗം കണ്ടെത്തിരാവേ, ഈ കേട്ട വചനത്തിന് മുമ്പാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാണപ്പ. യഥാർത്ഥ അങ്ങയുടെ ഹൃദയം സന്തോഷിക്കുന്ന, അങ്ങയുടെ ഹൃദയം ആനന്ദിക്കുന്ന മണവാട്ടി അപ്പൻ, ഞങ്ങളെ തന്നെ ഒരുക്കുന്ന
ആ പറയാൻ ചുരുക്കമില്ലാതെ തന്നെത്താൻ ഒരുക്കുന്ന ഓരോ ദിവസവും കർത്താവെ, ഓരോ മണിക്കൂറും ഞങ്ങളെ തന്നെ മരിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ തന്നെ ഒരുക്കുന്ന കർത്താവെ, ആ മരിക്കുവാൻ വേണ്ടി ആ ക്രൂശിന്റെ പാതയിൽ എപ്പോഴും അനുസരണത്തോടെ കർത്താവിന്റെ ഹിതം മാത്രം ആവശ്യപ്പെട്ടിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് ഞങ്ങളെ സമർപ്പിക്കുന്നു, നിന്റെ കൃപയെ താഴ്ത്തുന്നു. പരിശുദ്ധാത്മാവ് അത് ചെയ്യുന്നതിനെ സ്തോത്രം. അതിനുവേണ്ടി ഇവിടെ ഓരോ യൗവനക്കാരെ അങ്ങ് സഹായിക്കുന്നു സ്തോത്രം. എല്ലാം മാനവത്വം സാധിക്കുന്ന യേശുവിനാണ്. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരു അവസരം വീണ്ടും ഒരുക്കിയ സഭയ്ക്കും പാസ്റ്റർമാർക്കും എല്ലാം നന്ദി പറയുന്നു. എല്ലാവരും